In the midnight glow where the stars align, we lose ourselves in the ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻസ് ആണ്. അതായത് രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേഷൻസ് ആണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുറേ കൂട്ടുകാർ എന്നോട് പറഞ്ഞു, എനിക്ക് സിബിൽ സ്കോർ 475 ഉള്ളൂ, 500 ഉള്ളൂ, എനിക്ക് ട്രൂ ബാലൻസ് ലോൺ കിട്ടി. അങ്ങനെ ഒരു 10-25ഓളം പേര് എന്നോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ സിബിൽ കുറഞ്ഞുള്ള ആൾക്കാരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ട്രൂ ബാലൻസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. ഞാൻ പിന്നീട് അത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അത് ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ ലോൺ എടുക്കാൻ വേണ്ടിയല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ലോൺ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ചെറിയ ചെറിയ എമൗണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാനാണ്, അല്ലാതെ ഞാൻ നിർബന്ധിക്കുന്നതല്ല. അത് ഓക്കെ, അത് ഒരു വശം അവിടെ നിൽക്കട്ടെ. അതേപോലെ തന്നെ നമ്മൾ വേറൊരു അപ്ഡേഷൻസ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ ഒരു ഇൻഫർമേഷൻ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ക്യാഷ്, എന്തെങ്കിലുമല്ല, നല്ല എമൗണ്ട് കിട്ടട്ടെ എന്ന ധാരണയിൽ തന്നെയാണ് നമ്മളൊരു ഒരു ഗെയിം പോലെ ഒരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞത്. അതിൽ കുറച്ച് പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാ ആൾക്കാരും റെസ്പോണ്ട് ചെയ്യുക. നിങ്ങളിൽ പല പല പ്രൈസുമുണ്ട്, 10,000, 25,000, 1 ലക്ഷം, 1.5 ലക്ഷം, അങ്ങനെ അതിൻ്റെ തീരുമാനങ്ങളെല്ലാം പിന്നീടുള്ള വീഡിയോസിൽ പറഞ്ഞുതരാം. എത്ര രൂപ വെച്ച് കൊടുക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയിൽ തന്നെയായിരിക്കും നമ്മളത് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും, 1 രൂപയുടെ നഷ്ടം പോലും നിങ്ങൾക്ക് വരാനില്ല. അത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം, Paytm UPI എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ മെയിൽ ID ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് Paytm സെക്യൂർ UPI പേയ്മെൻറ്റ്സ് ഓപ്ഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്ത് അലോ ഓപ്ഷൻ കൊടുക്കുക. OTP വരും, OTP ഇവിടെ എൻ്റർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ഇൻ കേസ് എന്ത് മേടിച്ചാലും ഒരു 10 രൂപയുടെ കൂടുതൽ സാധനം മേടിക്കുകയാണെങ്കിൽ ഇവിടെ സ്കാൻ ആൻഡ് പേ ഓപ്ഷൻ കണ്ടല്ലോ, ഇതിൽ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. നമ്മൾ ഗൂഗിൾ പേയിലും ഫോൺ പേയിലൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങൾ സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾ 10 രൂപ അയച്ചു കൊടുക്കുക. 10 രൂപ അതിന് മുകളിലോട്ട്, 10 രൂപയിൽ താഴെ പറ്റില്ല, അതിന് മുകളിലോട്ടുള്ള സംഖ്യകൾ ചെയ്യുക. 10 രൂപയും അതിന് മുകളിലോട്ടുള്ളതും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് റീചാർജ് ചെയ്താലും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആക്ടിവേഷൻ ആകുന്നതാണ്. ഇവിടെ മൊബൈൽ റീചാർജ് എന്ന ഓപ്ഷൻ കാണാം. നിങ്ങൾ അതുവഴി നിങ്ങൾക്ക് റീചാർജ് ചെയ്താലും ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നമുക്ക് ഒരു UPI ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് 26 അല്ല 24, ഓക്കെ 26 ആയിക്കോട്ടെ, 26 നമുക്ക് കിട്ടുന്നതാണ്. അതിൽ നിങ്ങളൊരു 10,000 പേര് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കിവിടെ വന്നിട്ട് 2,60,000 നമുക്കിവിടെ കിട്ടുന്നത്. അതേപോലെ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു 22,000 പേരുണ്ട്. ഇതിലൊരു 20,000 പേര് ചെയ്യണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എമൗണ്ട് 5,20,000 നമുക്ക് എമൗണ്ട് കിട്ടും. ഈ കിട്ടുന്ന എമൗണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് വീതിച്ച് കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ ഒരാൾക്ക് 10,000 ആവാം, ചിലപ്പോൾ 25,000 ആവാം, അല്ലെങ്കിൽ 50,000 ആവാം. അത് നമ്മൾ ഒരു മാസത്തെ ടൈമാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ അറപ്പ് അല്ലെങ്കിൽ മടുപ്പ് വിചാരിക്കരുത്, നിസ്സാര കാര്യമാണ്. അപ്പോൾ ഇതിന് മുമ്പും Paytm ഡൗൺലോഡ് ചെയ്ത കസ്റ്റമേഴ്സിനും ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ Paytm ID ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അതായത് നിങ്ങൾക്ക് user@Paytm എന്ന ID ഉണ്ടെങ്കിൽ പറ്റില്ല. അതില്ലാത്തവർക്കാണെങ്കിൽ Paytm ഉള്ളവർക്കും ഇതിൽ പറ്റും. പുതിയ സബ്സ്ക്രൈബറിൽ പുതിയ കസ്റ്റമേഴ്സിന് തീർച്ചയായിട്ടും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് തന്നെയാണ് പൈസ. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്നുള്ള നമ്മളിനി വരും സമയങ്ങളിൽ നമ്മളത് ചെയ്യുന്നതാണ്. എത്ര ക്യാഷ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടെടുപ്പും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. വളരെ ക്ലിയർ ആയിട്ട്, വളരെ ജെന്യുവൻലി, അതായത് ഞാൻ ഹോണസ്റ്റ്ലി പറയുന്നതാണ്, വളരെ ജെന്യുവനായിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് തന്നെയായിരിക്കും ഈ കിട്ടുന്ന എമൗണ്ട് മുഴുവനും. മാക്സിമം നിങ്ങളിത് സപ്പോർട്ട് ചെയ്യുക. അതായത് നമുക്ക് 22,000 പേരുമുണ്ട്, അതിൽ 2,000 പേര് പോട്ടെ, ഒരു 20,000 പേരെങ്കിലും മാക്സിമം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു അവാർഡ് നിങ്ങൾക്ക് തന്നെയായിരിക്കും. നമ്മൾ ഇനിയും ഇതേപോലുള്ള പല ഓപ്ഷൻസും ഇനി വരുന്ന സമയത്ത് ചെയ്യുന്നതാണ്. നമ്മുടെ സെക്കൻഡറി ചാനലിലും അതേപോലെ ചെയ്യുന്നതാണ്. സെക്കൻഡറി ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഈ Paytmന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. മുമ്പ് ഞാൻ ടെലിഗ്രാമിൽ നിങ്ങളുടെ പാൻ കാർഡും മറ്റും അയക്കാൻ പറഞ്ഞു, ഒന്നും വേണ്ട, അത് ചിലപ്പോൾ ഇഷ്യൂസ് ആകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിവിടെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡീറ്റെയിൽസ് കിട്ടും. ആ ഡീറ്റെയിൽസ് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. മാക്സിമം എല്ലാവരും ഷെയർ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളായിരിക്കും അടുത്ത് ഭാഗ്യവാൻ. ഇത് ഒരു ലോട്ടറിയോ മറ്റു കാര്യങ്ങളോ അല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ഒരു കോമ്പറ്റീഷൻ ഐറ്റം എന്ന് കരുതിയാൽ മാത്രം മതി. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.